വെൽക്കം ടു ജുലിനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് തെരണ്ടി വറുത്തരച്ച് വെക്കുന്നതാണ്. അതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഇതിപ്പോൾ ഏകദേശം 1 കിലോ തെരണ്ടി ഉണ്ട് കേട്ടോ. ഇതെനിക്ക് മാർക്കറ്റിൽ നിന്ന് മുറിച്ച് ഇതേപോലെ ക്ലീൻ ചെയ്ത് കിട്ടിയതാണ്. പിന്നെ ഞാനൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായി ഒന്ന് ചൂടാക്കാം. അപ്പോൾ പൊടികൾ ഇടുമ്പോൾ എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വയ്ക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. നമ്മൾ ഈ വറുത്തരച്ച കറി വെക്കുന്നത് നാളികേരം ഇല്ലാതെയാണേ. ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും 4-5 വെളുത്തുള്ളി ചതച്ചെടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഉള്ളി ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 5 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും അല്പം കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും പച്ചമുളക് വേപ്പില ഉള്ളി എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന പൊടികളുണ്ടല്ലോ, മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുടംപുളി ഇട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടണം കേട്ടോ. പുളിയൊക്കെ ഞാനിപ്പോൾ പുളി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പുളിയും എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടണം കേട്ടോ. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി
ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഇവിടെ ഇരുന്ന് നല്ലതുപോലെ തിളച്ച് ഉപ്പും പുളിയും എല്ലാം ഈ ചാറിലേക്ക് ഇളക്കിയതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് മീനിടാം. ഇപ്പോൾ നമ്മുടെ ചാറ് നന്നായി തിളച്ച് വരുന്നുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. എന്നിട്ട് ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഉപ്പും പുളിയെല്ലാം പാകമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. നമുക്ക് ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞു. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. മീഡിയം ഫ്ലെയിമിലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ മൂടി വെക്കണം എന്നില്ല കേട്ടോ. ചാറ് കുറച്ച് കുറുകി വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തുറന്നു വെച്ച് തന്നെ ആക്കിയാൽ മതി. അപ്പം മൂടി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇതേപോലെ തന്നെ വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ചാറൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം മൺചട്ടി ആയതുകൊണ്ട് ഇനിയും ഇത് തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇനിയും കുറുകിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ഉള്ളിയും വേപ്പിലയും താളിച്ചൊഴിക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 5-6 ഉള്ളി അരിഞ്ഞതും ചെറിയുള്ളി അരിഞ്ഞതും വേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മീൻ കറിയിലേക്ക് നമുക്കിതൊന്ന് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. അങ്ങനെ വറുത്തരച്ച തിരണ്ടിക്കറി ഇവിടെ റെഡിയായി. ഈ വറുത്തരച്ച തിരണ്ടിക്കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെയധികം ടേസ്റ്റാണ്. ഇതേപോലെ വറുത്തരച്ച് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ തിരണ്ടിക്കറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജുലീനാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ഫ്രണ്ട്സും ഇതേപോലെ ഉണ്ടാക്കി നോക്കട്ടെ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യണം. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.